കുറെ നാളുകളെ സോഷ്യൽ മീഡിയയിലെ ഒരു സംസാര വിഷയം തന്നെയാണ് രേണുസുധിയുടെ ക്യാൻസർ വാർത്തയെ മകൻ കിച്ചു പ്രതികരിച്ചതും പിന്നീട് രേണുസുധി അതിന് പ്രതികരിച്ച് വീഡിയോ ഇട്ടതുമെല്ലാം. ഇവർ തുടരെ തുടരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി ആളുകളെ അറിയിച്ച് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടേയിരിക്കുമ്പോഴും മലയാളികൾക്കും കാണുന്നവർക്കും ഇതൊരു ആസ്വാദനമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇരുവരും പങ്കുവയ്ക്കുന്ന വീഡിയോകൾ വലിയ രൂപത്തിൽ ചർച്ചയാവാറുണ്ട്. രേണുസുധി ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ് ഇപ്പോൾ. എന്നാൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന സമയത്തും രേണു സബ്സ്ക്രിപ്ഷൻ വീഡിയോയെ പറ്റി സമൂഹ മാധ്യമങ്ങളിൽ സംസാരിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത്. കിച്ചു സുധി സബ്സ്ക്രിപ്ഷൻ രേണു തുടങ്ങിയത് തൊട്ട് തന്നെ കിച്ചു ഒരു അകലം പാലിക്കാൻ തുടങ്ങിയതും അമ്മയെ കാണാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള സംസാരങ്ങളെല്ലാം വന്നതും ഇതിന് വലിയൊരു കാരണമായി മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണുസുധിയുടേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. രേണു കിച്ചുവിനോട് പറഞ്ഞത് എന്ന തരത്തിലാണ് ആ വീഡിയോ പുറത്തു വരുന്നത്. കാല് തല്ലിയൊടിക്കുമെന്നും വീട്ടിൽ കയറിയാൽ കാല് തല്ലിയൊടിക്കുമെന്നും തെറി വിളിച്ചും നായിന്റെ മോനെ എന്ന തരത്തിൽ വലിയ രൂപത്തിലുള്ള സംസാരങ്ങളെല്ലാം വിളിച്ചുകൊണ്ടും രേണുസുധി പുറത്തുവിട്ട ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ കിച്ചുവിന്റെ പേരിൽ എന്ന് പറഞ്ഞ് കിച്ചുവിനെതിരെ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത്. എന്നാൽ ഇത് രേണു കിച്ചുവിനെതിരെ പറഞ്ഞതല്ല എന്നതാണ് ഇതിന്റെ സത്യം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ യഥാർത്ഥമായ വീഡിയോ പിന്നീടും പുറത്തു വന്നു. രേണുസുധിയും കിച്ചുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന സത്യം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കഠിന ഭാഷകളോട് തന്നെ രേണു പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. രേണുവും കിച്ചുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറെ നാളുകളായി ഉണ്ട്, അതിനെയും തീർത്തിട്ടില്ല എന്നും. എന്നാൽ കിച്ചു കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ അനിയന്റെ ബർത്ത്ഡേക്ക് ഇട്ട പോസ്റ്റെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ രേണുസുധിയും പങ്കുവെച്ച് രംഗത്ത് വന്നു. രേണുവും കിച്ചു തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീർന്നും വീണ്ടും പഴയ രൂപത്തിൽ അമ്മയും മകനുമായി ഇരിക്കട്ടെ എന്ന് തന്നെയാണ് മലയാളികളും ഒരുപോലെ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് തന്നെയാണ് ഇതിന്റെ സത്യമായ ഘടകവും. നിങ്ങൾക്ക് രേണുസുധിയാണോ കിച്ചു സുധിയാണോ കൂടുതൽ ഇഷ്ടം എന്ന കാര്യം, ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.